ശ്രദ്ധിക്കുക. വേദി 2-ൽ ജനറൽ ഫോട്ടോ സ്റ്റോറി റിപ്പോർട്ടിംഗ് അവസാനിക്കുന്നു. വേദി 2-ൽ ജനറൽ ഫോട്ടോ സ്റ്റോറി റിപ്പോർട്ടിംഗ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനം. നമ്മളുടെ എല്ലാവരുടെയും ചിന്താമണ്ഡലങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട് സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവേശിച്ചുകൂടാ? പുരുഷന്മാരെ പോലെ തന്നെയല്ലേ സ്ത്രീകളും ജനിച്ചു വീഴുന്നത്? പിന്നെ എന്തുകൊണ്ട് സ്ത്രീകളെ പൊതുരംഗത്ത് നിന്നും മാറ്റി അവരുടെ വീടകങ്ങളിലേക്ക് അവരെ തളച്ചിടുന്നു? ഇതിനുള്ള ഉത്തരം വളരെ കൃത്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, അവർക്ക് കൃത്യമായൊരു നിലപാടെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല. അവരുടെ നിലപാടുകൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ നിന്ന് തന്നെ. ആധുനിക കാലത്ത് തന്നെ ഇന്ത്യയിൽ ഒരുപാട് കാലമായി കൊട്ടിഘോഷിച്ച് ഒരു പ്രധാനമന്ത്രിയെ അധികാരത്തിലേറ്റുകയുണ്ടായി, ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയും അതോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ്. ഈ സമീപകാലത്ത്, ഇനി ഈ ആധുനിക കാലത്ത് എടുത്തു നോക്കിയാൽ തന്നെ ബ്രിട്ടനിൽ അധികാരത്തിലേറിയ തെരേസ മേയും ലിസ്ട്രസും അധികാരം പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വെച്ച് അധികാരം കൈമാറ്റം ചെയ്തതിന് കാരണവും ക്രമാതീതമായ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ അതിന് മാനേജ് ചെയ്യാൻ കഴിയാതെ രാജിവെക്കേണ്ടി വന്നു. എന്തിന്? ജബ്രകളെല്ലാം ഒരുപാട് കൊട്ടിഘോഷിച്ച ജസീന്ത ആൻഡേഴ്സൺ എന്ന ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ന്യൂസിലാൻഡിന്റെ. അവസാനം എന്തുണ്ടായി? അധികാരം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനം ജസീന്ത ആൻഡേഴ്സനും ഇക്കഴിഞ്ഞ ദിവസം പടിയിറങ്ങുകയുണ്ടായി. അതാണ് പറഞ്ഞു വന്നത്. സ്ത്രീകളുടെ നേതൃത്വം, സ്ത്രീകളുടെ നിലപാടുകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രകൃതിപരമായിട്ട് തന്നെ സ്ത്രീകൾ ഒരു വിധേയത്വ സ്വഭാവമുള്ളവരായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പുരുഷൻ അധികാര സ്വഭാവത്തോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ശാരീരിക ഘടനയിലായാലും കായികക്ഷമതയിലായാലും സ്ത്രീകളുടെ ലോഫ് എല്ലാം പ്രകടമാണ്. ഒരുപാട് ആഭാസങ്ങളും അതിരുകടക്കലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മാത്രമല്ല സ്ത്രീകളുടെ പൊതുരംഗത്തെ പ്രവേശനത്തെ എതിർത്തിട്ടുള്ളത്. ഈ അടുത്ത് പതഞ്ജലിയുടെ ആചാര്യനായ ശ്രീ രവിശങ്കർ പറയുകയുണ്ടായി, സ്ത്രീകൾ നല്ല വിധത്തിൽ വസ്ത്രം ധരിച്ച് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞതൊരു യാഥാർത്ഥ്യമായിരുന്നു. സ്ത്രീകൾ നല്ല വിധത്തിൽ വസ്ത്രം ധരിക്കാതെ പൊതുരംഗത്തേക്ക് പ്രവേശനം നടത്തുന്നതാണ് കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം, ബലാത്സംഗ കേസുകളും പീഡന കേസുകളും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം അധികരിക്കാൻ കാരണമെന്ന് പതഞ്ജലിയുടെ ആചാര്യനായ ശ്രീ രവിശങ്കറാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഇസ്ലാമിന്റെ മതാചാര്യനല്ല. ഇസ്ലാം എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനം. ഇസ്ലാം എന്ത് ചെയ്തു എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് നാം ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. ദി ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച കാലത്തു നിന്ന് സ്ത്രീകൾക്ക് സ്വത്തവകാശവും സാമ്പത്തിക അവകാശവും നൽകിയത് ഇസ്ലാമായിരുന്നു. അതിനു മുമ്പുള്ള ഏത് സംസ്കാരം എടുത്താലും ലോകത്തെ ഒരുപാട് ചർച്ചകൾ നടത്തിയ ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ബൈസാന്റിയൻ സംസ്കാരമാവട്ടെ, സസാനിയൻ സംസ്കാരമാവട്ടെ, റോമൻ സംസ്കാരമാവട്ടെ, ഏതൊക്കെ ചൈനയിലെയും ഇന്ത്യയിലെയും സിന്ധിലെയും പുരാതന ചരിത്രങ്ങളിലെല്ലാം സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിലും റോമൻ സാമ്രാജ്യത്തിന്റെ നിയമങ്ങളിലും സ്ത്രീകളെ അടിമകളോടുകൂടിയാണ് എഴുതപ്പെട്ടിരുന്നത്. അവിടെ നിന്നാണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന് മനുഷ്യരെല്ലാം ഒന്നാണ്, ഒരു പിതാക്കന്മാരുടെ ബീജത്തുള്ളികളിൽ നിന്ന് ജനിച്ചു വീണ ഒരു ചീർപ്പിലെ അല്ലികൾ പോലെയാണ് സ്ത്രീയും പുരുഷനും എന്ന് ലോകത്തെ പഠിപ്പിച്ച
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ആദർശം തന്നെയാണ് ശരിയെന്നതാണ് ഇക്കണ്ട കാലഘട്ടവും എല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ഇത്രയും ഒരുപാട് ജബ്രകളും യുക്തിവാദികളും ഒരുപാട് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനം. ഇന്ന് ഏതൊക്കെ ജബ്രകളുടെ, ഏതൊക്കെ യുക്തിവാദി സംഘടനകളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്ത് ഇന്ന് സ്ത്രീകളുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരാം. ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഫെമിനിസത്തിൻ്റെയോ ഒരു എത്തിക്സിൻ്റെയും നേതൃതലത്തിൽ സ്ത്രീകളില്ല. കാരണം എന്താ? അവർക്ക് നിലപാടുകളിൽ അവർക്കൊരു അചഞ്ചലമായ ഒരു ദൃഢമായ നിലപാട് അവർക്ക് സാധിക്കില്ല എന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവസാന അതിരും താണ്ടി നമ്മളിനി എങ്ങോട്ട് പോകണം? അവസാന ആകാശവും കഴിഞ്ഞ് പറവകൾ ഇനി എങ്ങോട്ട് പറക്കണം? അവസാന ഉച്ഛ്വാസവും കഴിഞ്ഞ്